പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാലോ, ഞാൻ ഒന്നിനെയും പേടിച്ച് പുറകോട്ട് പോകുന്നവരാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അത് കേന്ദ്രമാണെങ്കിലും ശരി, കേരളമാണെങ്കിലും. ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് എന്താണ് പുതിയ ഇതിലെന്താ പറയാനുള്ളത്? അല്ല, തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അടുത്ത ഭരണസമിതി യോഗത്തോട് വേണം ഗുരുവായൂരിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും. ഗുരുവായൂരിനെ ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാവുമ്പോൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തും ധാരാളം ആളുകൾ സന്ദർശിക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അതിന്റെ കുറവുകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ അടുത്ത ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. യോഗം 13-ാം തീയതിയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്, അല്ലേ അന്വേഷ? ആ 13 ഇനി സ്ഥിരമായ ഭരണസമിതി യോഗങ്ങളിൽ ഇതിന്റെ രൂപവും ഭാവവും നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. വീട് കിടക്കുന്ന ഒരു കല്ലുപോലും നീക്കം ചെയ്യുമെങ്കിൽ ഭഗവാനത് ഇഷ്ടമാണോ അല്ലയോ എന്ന് പരിശോധിക്കാതെ നമുക്ക് വികസന രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ സ്വകാര്യ വ്യക്തികളും ഗവൺമെന്റും ഒക്കെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രധാന പ്രശ്നം, ലക്ഷക്കണക്കിന് ഭക്തർ വരുമ്പോഴും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഭഗവാനെ ഒന്ന് നേരിൽ കണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് അവരുടെ മനസ്സൊന്ന് പറയാനുള്ള ഒരു സാഹചര്യം സ്ഥലപരിമിതികളെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മുടെ ഡയറക്ടർമാരുടെ മനസ്സിലെല്ലാം തന്നെ ഭരണസമിതി അംഗങ്ങൾ അതെങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ച് ചർച്ച നടത്തി വിദഗ്ധരുമായി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട പുരാതന തന്ത്രി വിഭാഗങ്ങളോട് ചിന്തിച്ച് ചെയ്യുവാനുള്ള മാർഗം കണ്ടെത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കും. കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ വരും. അതെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യാൻ എത്രയോ ആളുകളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എത്രയോ ദൂരത്തിൽ നിന്ന് ദിവസങ്ങൾ കാവൽ കടന്ന് ഭഗവാനെ തൊഴുകാൻ വന്ന ആളുകളുടെ സൗകര്യം വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ പ്രമുഖ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനെന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് വരുന്ന ഭരണസമിതി യോഗത്തിൽ ചിന്തിക്കും. ഇല്ല, അങ്ങനെ ഒരു വിഷയം വരേണ്ടി വന്നിട്ടില്ല. സാധാരണ മട്ടിൽ കടന്നുപോയി ഈ പേപ്പർ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഭരണസമിതി അംഗമായി. എന്റെ ഗുരുവായൂരപ്പൻ, ഞാൻ 35 വർഷമായി ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഒരാളാണ്. തുടർച്ച 5 മണിക്കടിച്ച് കുടിച്ച് ഗുരുവായൂരപ്പന് മുമ്പ് നാമം ചൊല്ലി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ പോകും, തിരിച്ചു നടക്കാൻ പോകും. എന്റെ അസുഖങ്ങൾ കുറെ മാറ്റി തന്നിട്ടുണ്ട്. എന്റെ എനിക്കൊരു ഊർജം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നാൽ പ്രതികരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാനവും ഏറ്റെടുക്കാത്ത ഒരാളാണ്. ഗവൺമെന്റുകളെല്ലാം തന്നെ പലതും ഏറ്റെടുക്കാൻ ഈ ഗവൺമെന്റ് വന്നപ്പോൾ പലതും എന്നെ നിർബന്ധിച്ചു. എന്താണ് ഗോപി പറഞ്ഞത് ഞാൻ തരാം എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചു. പക്ഷെ അതിനൊന്നും ഞാൻ തയ്യാറായി. പക്ഷെ ഇപ്പോ കുറെ ആയിട്ട് എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഭഗവാനോടുള്ള എൻ്റെ ആദരവും എന്നെ എന്തോ വിളിക്കണു എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇന്ന് വരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അവസരം. രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ദൈവവിശ്വാസികളുണ്ട്. ഭഗവാൻ വിളിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് AV ഗോപിനാഥൻ എന്ന് ഞാൻ 2 ദിവസമായി വിശ്വസിക്കുന്നു. മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ പാലക്കാട് ജില്ലയിൽ എന്താണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാൻ സ്ഥാനം ആദ്യമായിട്ടാണോ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞിട്ടില്ല ഇതിന് പൂർവികർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ ഒരു കുറെ കാലഘട്ടത്തിന് ശേഷം ദേവസ്വത്തിന്റെ ചെയർമാൻ സ്ഥാനം പാലക്കാട്ടിലേക്ക് വരുന്നത്
എന്റെ കുട്ടിക്കാലത്തിന് ശേഷം ഇപ്പൊ നടാടെയാണ്. ഒരു കേന്ദ്രമന്ത്രി പോലും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും പിന്നെ ഗുരുവായൂർ ദേവസ്വമാനാണ്. കേന്ദ്രമന്ത്രിക്ക് പലതും ആഗ്രഹിക്കാം, കാരണം അവർക്ക് വലിയ വലിയ ആളുകളാണ്. ഞാൻ ഇതുവരെ പാടത്ത് വെള്ളം തുറന്ന് കൃഷി ചെയ്ത് തുറന്നു വന്നതാണ്. അവിടെ എന്റെ ആലോചനയ്ക്ക് പരിമിതികളുണ്ട്, കേന്ദ്രമന്ത്രിയുടെ ആലോചനയ്ക്ക് ദീർഘദൃഷ്ടിയുണ്ട്. അല്ല, ഇനിയും ഞാൻ വന്ന് ഇനി എന്നെ മാറ്റി വന്ന് ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൊയ്ത്തോ? കൊയ്ത്ത് എന്റെ കതിരായി വിളയാൻ പോകുന്നുള്ളൂ, ഇതെല്ലാം അറിയാം മൂപ്പർക്ക്. പക്ഷെ എന്നാലും കൊയ്ത്തിന് മോശം വരില്ല. ഞാൻ നേരത്തെ ആ ഫണ്ടുകളെല്ലാം തന്നെ അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് കൂടിയിരുന്ന് ആലോചിച്ചു. ഏതാനും ചെലവാകാത്തത് എന്താ ചെയ്യാനുള്ള തടസ്സം എന്ന് പഠിച്ച് തടസ്സങ്ങൾ നീക്കി ആ പണം ചെലവിയാനുള്ള നടപടികൾ ഇവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി അതിന്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാലോ, ഞാൻ ഒന്നിനെയും പേടിച്ച് പുറകോട്ട് പോകുന്നവന് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അത് കേന്ദ്രമാണെങ്കിലും ശരി, കേരളമാണെങ്കിലും. കള ഏതാണ് നല്ലത്, ഏതാ കള എന്ന് പരിശോധിക്കണം. പക്ഷെ എന്റെ കണ്ണിൽപ്പെടാതെ ഒരു കള പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. വനിതാ ദിനത്തിലാണ് ഒരു വനിതാ ദിവസം 48 വർഷത്തിന്റെ ചരിത്രം. അതെ, ഈ ഭരണസമിതിയുടെ വിജയം അതാണ്. ഒന്നും ആഗ്രഹിക്കാത്ത ഞാൻ ഇതിന്റെ ചെയർപേഴ്സണായി, വനിതാ ദിനത്തിൽ വനിതാ മെമ്പർ ഒരാള് ഇതിന്റെ ഭരണസമിതി അംഗമായി. അപ്പൊ ഇത്രയും ഭാഗ്യം ചെയ്തൊരു ഭരണസമിതി ഞങ്ങളല്ലാതെ വേറെ ആരാലും. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.